ഐ ലവ് യു പ്രിയങ്ക. ഐ എം സോറി പ്രിയങ്ക. ഞാൻ നിന്നെ 3 വർഷമായി സിൻസിയറായിട്ട് സ്നേഹിച്ചുകൊണ്ടിരിക്കുക. അതെനിക്കറിയാം. ഞാൻ നിന്നെ അപ്രോച്ച് ചെയ്യാൻ വേണ്ടി ഒരുപാട് പ്രാവശ്യം ട്രൈ ചെയ്തു. അപ്പോൾ എനിക്ക് ധൈര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ എനിക്ക് പറയാതിരിക്കാൻ കഴിയുന്നില്ല. ബിക്കോസ് നമ്മുടെ പഠിത്തം കഴിയാൻ പോവാ. US-ലാണെങ്കിൽ എനിക്ക് ജോലിയും കിട്ടി. ഇനിയും ഞാൻ പറഞ്ഞില്ലെങ്കിൽ എൻ്റെ ലൈഫിൽ നിന്നെ എനിക്ക് മിസ് ചെയ്യുന്നൊരു പേടി. അതുകൊണ്ടാണ് ഇപ്പോൾ പറഞ്ഞത്. ഐ ലവ് യു പ്രിയങ്ക. ശരി, എന്റെ വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് തരോ? ഓ ഷുവർ ഷുവർ. താങ്ക്സ്. കേറി ഇരിക്കേ. പ്രേമിക്കാൻ തുടങ്ങിയ പിന്നെ സംശയം ഉണ്ടാവരുത്. വേഗം ഇരിക്കേ. ഓക്കെ. ഇനി ഇയാളൊന്ന് ഇറങ്ങിക്കേ. അമ്മാവാ, അമ്മായി, ചേച്ചി, ചേട്ടാ, അമ്മേ, അച്ഛ, ചിറ്റപ്പ, ചിറ്റേ, ചിൽഡ്രൻസ്, ചന്ദ്രു അങ്കിൾ, അമ്മുമ്മേ, പപ്പി. ഇയാളുണ്ടല്ലോ. നിന്റെ പേരെന്താ പറഞ്ഞേ? വിജയ്. ഇവന്റെ പേര് വിജയ് എന്നാണ്. മൂന്ന് വർഷമായിട്ട് സിൻസിയറായിട്ട് പ്രേമിച്ചിട്ടുണ്ടെങ്കിൽ അത് ശരിക്കും ആലോചിക്കേണ്ട വിഷയം തന്നെയാണ്. പ്രേമിക്കുന്നത് അവര് വെറുതെ എന്തിനാ തലപുണ്ണാക്കുന്നത്? ഒന്നും മിണ്ടാണ്ടിരിക്കടി മത്തങ്ങേ. കുത്തലടിക്കും പറഞ്ഞേക്കാ. അല്ല കുഞ്ഞെ, ഞങ്ങൾ ഈ അഭ്യർത്ഥന സ്വീകരിച്ചില്ലെങ്കിൽ നീ എന്ത് ചെയ്യും? സമ്മതിപ്പിക്കാൻ ശ്രമിക്കും. ഇനി പ്രിയങ്ക സമ്മതിച്ചില്ലെങ്കിലോ? സമ്മതിച്ചില്ലെങ്കിൽ പിന്നെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? വേറൊരാളെ കണ്ടെത്തേണ്ടി വരും. നിനക്ക് ചോയ്സ് ഉണ്ടാവും. പ്രിയങ്ക കാണും, രാധിക കാണും, സജിനി കാണും, അങ്ങനെ എത്ര എണ്ണം? എന്റെ ഫാമിലിക്ക് ചോയ്സേ ഇല്ല. ഇതെന്റെ അമ്മ ഗൗരിയമ്മ, ഇതെന്റെ വൈഫ് ലക്ഷ്മി, എന്റെ അമ്മാവന്റെ മോളാ. എന്റെ പേര് ചന്ദ്രു. ഒന്നെടുത്ത ഒന്ന് ഫ്രീ പോലെ ചേച്ചിക്കൊപ്പം എന്നെ ഫ്രീ ആയിട്ട് കിട്ടിയതാ. എടാ സരളേ, മിണ്ടാതിരിക്കെ. ആ, ഇതെന്റെ അനിയനാ. അവന്റെ വൈഫ് ലളിത, എന്റെ അപ്പച്ചിയുടെ മോളാ. ഇതാണ് എന്റെ മോള്. ഇത് മരുമകൻ, സോഫ്റ്റ്വെയർ എഞ്ചിനീയർ, സ്വന്തക്കാരനാ. എന്റെ പെങ്ങള് രാധ, അവിടെ ഭർത്താവ് ഗണേഷ് പ്രസാദ്. ഇതും എന്റെ അമ്മാവന്റെ മോനാ. ഇവരുടെ മോളാണ് പ്രിയങ്ക. ഇവള് ജനിച്ചപ്പോഴേ ഞങ്ങൾ തീരുമാനിച്ചു ഇവളായിരിക്കും ഞങ്ങളുടെ മരുമകളെന്ന്. സോറി അങ്കിൾ. കാര്യം അറിയാതെ എൻ്റെ ഇഷ്ടപ്രകാരം സ്നേഹിച്ച് തെറ്റ് ചെയ്തു. ബൈ പ്രിയങ്ക. ബൈ. മൂർത്തി, പ്രായമായ പെൺകുട്ടികൾ വീട്ടിലുള്ളതല്ലേ? ദേ വിജയ് വന്നു, നാളെ ഗണേശൻ വരും, അത് കഴിഞ്ഞ് പ്രേമം വരും. മുത്തശ്ശി, അവർക്ക് എല്ലാവർക്കും നേരത്തെ എന്റെ കല്യാണം കഴിഞ്ഞത്. തമാശ മോനെ, എത്രയും വേഗം സാഗറിനെ വിളിച്ച് കല്യാണം നടത്താൻ നോക്ക്. എന്റെ അമ്മേ, ഇത്രയും നാളും വിദ്യാഭ്യാസം കഴിയട്ടെന്ന് വെച്ചു. ഇപ്പൊ അവിടെ പഠിത്തം മൊത്തം പൂർത്തിയായല്ലോ. അവൻ ആസ്ട്രേലിയയിൽ നിന്ന് വന്ന ഉടനെ നടത്താം. സാഗർ, എന്നാ ഇനി ഓസ്ട്രേലിയയിലേക്ക്? പഠിച്ചിട്ട് ജോലി ചെയ്യാൻ നല്ല സ്ഥലമായിരിക്കും ഓസ്ട്രേലിയ. പക്ഷേ ജീവിക്കാൻ നല്ല സ്ഥലം ഇന്ത്യ തന്നെയാണ്. നിങ്ങൾ പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് അങ്ങോട്ട് വന്നേക്ക്, നമുക്ക് അവിടെ വെച്ച് കാണാം. ഇത്രയും ദിവസം നിന്റെ കൂടെ എങ്ങനെ സമയം പോയതെന്നേ അറിഞ്ഞില്ല. ഇനി എന്താ, ആ കഴിഞ്ഞ ദിവസങ്ങളെ ഓർത്ത് സമയം ചെലവഴിക്കണം, അത്ര തന്നെ. ഐ ആം റിയലി ഗോണ മിസ് യു മാൻ. നിനക്ക് കുഴപ്പമില്ല, നീ വെള്ള കോക്രോച്ചിനെ സെലക്ട് ചെയ്ത് വെച്ചേക്കുമല്ലേ. ഡേറ്റിംഗ് മീറ്റിംഗ് എന്നൊക്കെ പറഞ്ഞ് നീ ലോക്കൽ സിറ്റിസൺ ആയിട്ട് മാറും. നീ ഞങ്ങളുടെ കാര്യം നോക്ക്. നോ ലവ്സ്, നോ ഫ്രണ്ട്സ്. എങ്ങനെ ജീവിക്കും? ഇതിനൊക്കെ നീ എന്തിനാ അളിയ ടെൻഷനാണ്? ഫോണുണ്ട്, നെറ്റുണ്ട്, SMS ഉണ്ട്, വാട്സപ്പ് ഉണ്ട്, ഇല്ലെങ്കിൽ സ്കൈപ്പിൽ ചാറ്റ് ചെയ്ത പോരെ. ടെക്നോളജി ഇത്ര വളർന്ന സ്ഥിതിക്ക് നമ്മൾ ടെൻഷനാകുന്നത് എന്തിനാ? ഓക്കെ, അതിരിക്കട്ടെ. നിന്റെ ഫ്യൂച്ചർ പ്ലാൻ എന്തോ അളിയാ? ഫ്യൂച്ചർ പ്ലാൻ ഒന്നും ഇതുവരെ ഇല്ല അളിയ. ഇനി എന്തായാലും ഫാമിലി പ്ലാനിങ് ആയിരിക്കും. ഫാമിലി പ്ലാനിങ്ങോ? പിന്നല്ലാതെ. ഞാനിങ്ങനെ വെറുതെ റെസ്യൂം റെഡിയാക്കിയിട്ട് കമ്പനികൾ തോറും വെറുതെ കയറി ഇറങ്ങേണ്ട ഒരാവശ്യമില്ല എനിക്ക്. എൻ്റെ അച്ഛൻ ബിൽഗേറ്റ്സ് റേഞ്ചിൽ അല്ലെങ്കിലും ഇന്ത്യ ഗേറ്റ് റേഞ്ചിന് ബിസിനസ് ഇൻഡസ്ട്രി എന്നും പറഞ്ഞ് കുറെ കാശുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ചെന്നാൽ ഉടനെ ഈ ഫാൻസി ഡ്രസ്സൊന്നും വേണ്ട, ഫോർമൽ ഡ്രസ്സ് മതിയെന്നും പറഞ്ഞിട്ട് വല്ല GMO CEO എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു ചെയറിലിരുത്തും. പിന്നീടല്ലേ അറിയുള്ളൂ കോർപ്പറേറ്റ് ലൈഫൊക്കെ. യൂത്ത്ഫുൾ ലൈഫ് കിക്ക്. അതെല്ലാം ഓക്കേടാ. കല്യാണ കാര്യത്തെ പറ്റി നീ പറഞ്ഞില്ലേ,
അതിനെപ്പറ്റി നീ എന്താ ആലോചിച്ചിരിക്കുന്നത്? ഇതിൽ ആലോചിക്കാൻ എന്തിരിക്കുന്നു? ആ പൂജാരി ഇങ്ങോട്ട് വിളിച്ചു വരുത്തി എൻഗേജ്മെന്റ് ഫിക്സ് ചെയ്യല്ലേ വേണ്ടു. മുത്തശ്ശി എന്തേ പറയുന്നേ? ഞാൻ വീട്ടിലേക്ക് വന്ന് കയറിയതല്ലേ ഉള്ളൂ. ഇതിനിടയ്ക്ക് കല്യാണോ? എനിക്കിപ്പോ ഒട്ടും താല്പര്യമില്ല, പ്ലീസ്. എടാ, കല്യാണം കഴിച്ച് വല്ല സ്വിറ്റ്സർലാൻഡിനോ സിംഗപ്പൂരിനോ പോ. റെസ്റ്റ് എടുക്കുകയും ചെയ്യാം, നിനക്ക് ഹണിമൂണും ആഘോഷിക്കാം. സുഖമാണോ അമ്മാവ? എന്നെക്കാളും 7 വയസ്സിന് മൂത്തല്ലേ. ഇതുവരെ കല്യാണവും കഴിച്ചിട്ടില്ല. ഇനി എവിടെ നിന്ന് പെണ്ണ് കിട്ടാനാ? എടാ, എന്റെ ബോസ് സൽമാൻ ഖാൻ എന്ന് കല്യാണം കഴിക്കുന്നോ അന്ന് മാത്രമേ ഞാൻ കല്യാണം കഴിക്കൂ. ഞാനേ സൽമാൻ ഖാന്റെ ഫാനാ. അത് നീ മനസ്സിലാക്കി. ഏത് കാര്യം കൊണ്ടാണോ കല്യാണം കഴിക്കാതിരിക്കുന്നത് എനിക്കറിയത്തില്ല. പക്ഷേ ആ പെണ്ണിന്റെ ജീവിതം രക്ഷപ്പെടും. അമ്മാവാ, എന്റെ എഡ്യൂക്കേഷൻ ഇതുവരെ കംപ്ലീറ്റ് ആയിട്ടില്ല. കല്യാണം 2 വർഷം കഴിഞ്ഞിട്ട് പോരെ അമ്മാവാ? കല്യാണം കഴിഞ്ഞും പഠിത്തമൊക്കെ പൂർത്തിയാക്കാൻ പറ്റും. ഒന്നും മിണ്ടാതെ എവിടെ ഇരുന്ന് കഴിക്ക്. ചേട്ടാ, ഇവള് പറയുന്നൊന്നും കേൾക്കാൻ നിൽക്കണ്ട. ചേട്ടാ, കല്യാണക്കാരി വേഗം നോക്ക്. വരണം. ഇന്നലെ രാത്രിയെ വരുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. സോറി ഗോപിനാഥ്, ഡൽഹിയിൽ നിന്ന് വരാൻ ഇന്നലെ രാത്രി 12 മണിയായി. രാഷ്ട്രീയക്കാരുടെ പ്രശ്നം നിങ്ങൾക്കറിയാം. സാരല്ല. രാഷ്ട്രീയത്തിൽ ഇതൊക്കെ സാധാരണയല്ലേ. സാറേ, രണ്ടുപേരും ഒരേ സമയത്ത് വന്നിരിക്കുകയാണ് സാറേ. മാത്രമല്ല ബിസിനസ് പോരാളികളുവാ. ഒരാളെ സ്വീകരിച്ചാൽ മറ്റേ ആൾക്ക് ദേഷ്യം വരും. നമ്മളിപ്പോ എന്താ ചെയ്യാ? ബിസിനസിനേക്കാൾ മനുഷ്യനാണ് പ്രധാനം. വരണം രാജശേഖരൻ സാർ, വരണം. ഒരുപാട് സന്തോഷമായി. എന്താ സാർ, സുഖം തന്നെയല്ലേ? എല്ലാം നിങ്ങളുടെ ആശീർവാദം കൊണ്ട് സാർ. വരണം സഹോദരി. വണ്ടി കയറാ, അകത്ത് കയറി. സമ്പത്ത് സാർ, ഞാൻ അവനേക്കാളും എന്ത് കുറവാണ് എനിക്കുള്ളത്. ആദ്യം അവനെ വെൽക്കം ചെയ്ത് എന്നെ അവന്റെ മുന്നിൽ നാണം കെടുത്തി അവന്മാര് റാസ്കൾസ്. അതെ, എന്തിനാ ചെറിയ കാര്യങ്ങൾ പറഞ്ഞ് വൈരാഗ്യം ഉണ്ടാക്കുന്നേ? രണ്ടുപേരും ഒന്നിച്ചു വന്ന് നിന്ന അവരെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? വായി മൂടിയിട്ട് മര്യാദ നോണം. നിനക്കൊന്നും മനസ്സിലായില്ല. അവൻ എന്നെ നാണം കെടുത്താൻ വേണ്ടി മാത്രമാണ് ഫസ്റ്റ് അവന് പ്രിഫറൻസ് കൊടുത്തത്. ബഹുമാനം എന്ന് വെച്ചാൽ സമ്മാനം പോലെ എളുപ്പത്തിൽ കിട്ടുന്ന കാര്യമൊന്നുമല്ല. അത് തന്നെ വന്ന് ചേരേണ്ട കാര്യങ്ങളാ. ഓ, അങ്ങനെ പറയുമ്പോ എനിക്ക് അതിനുള്ള യോഗ്യതയില്ലെന്ന് പറയുമല്ല നീ? ഇല്ല, അതിന് അവർക്ക് അർഹതയുണ്ടെന്ന് പറയാൻ വന്നതാ. എന്റെ ലൈഫിൽ ക്രിമിനൽ എന്നുള്ള സീല് കുത്തി ഓരോ അടിയിലും അപമാനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന അവൻ നിനക്ക് നായകനാണല്ലേടി, ഹീറോ അവൻ. ഇനി അവന്റെ പേരെങ്ങാനും എന്റെ അടുത്തെങ്ങാനും പറഞ്ഞ കൊന്നുകളയും ഞാൻ. എവിടെ പോയാലും അവനാണ് വിലയുള്ളത്. അവനെ ഹൈലൈറ്റ് ചെയ്യുന്നു, റെഡ് കാർപ്പറ്റ് വിരിക്കുന്നു. ഇന്നല്ലെങ്കിൽ നാളെ അവന്റെ സ്ഥലത്ത് ഞാൻ എന്റെ കോട്ട കെട്ടിയിരിക്കും. അല്ലെങ്കിൽ എന്റെ പേര് സമ്പത്ത് എന്നല്ല.